SSF 33-ാം എഡിഷൻ കേരള സാഹിത്യോത്സവ് വ്യാഴാഴ്ച ആരംഭിക്കും. 200ഓളം മത്സര ഇനങ്ങളിലായി 18 സംഘടനാ ജില്ലകളിൽ നിന്നും 2500-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കായംകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. SSF 33-ാം എഡിഷൻ കേരള സാഹിത്യോത്സവ് വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായംകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒന്നാം വേദി LMX ഗ്രൗണ്ടിലെ ഒരുക്കിയ ഒരു 12,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായ പന്തലിലാണ്. രണ്ടാം വേദി മേടമുക്കിലുള്ള 10,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന മറ്റൊരു പന്തലിലാണ്. മൂന്നാം വേദി പാർക്ക് മൈതാനിയിലുള്ള മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ തുടങ്ങി TA കൺവെൻഷൻ സെൻറ്ററിലും സ്കൂളിലുമൊക്കെയായി 17 വേദികളിലായി സാംസ്കാരിക ചർച്ചകൾ, സംവാദങ്ങൾ, എഡ്യൂസൈൻ കരിയർ എക്സ്പോ, പുസ്തകലോകം തുടങ്ങി വിവിധ പരിപാടികൾ ഈ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി നടക്കും. കേരള സാഹിത്യോത്സവിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 25 ശനി രാവിലെ 10-ന് LMX ഗ്രൗണ്ടിലെ ഒന്നാം വേദിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പരഞ്ജോയ് ഗുഹ താക്കൂർത്ത നിർവഹിക്കും. 26-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു, SSFന്റെ ദേശീയ പ്രസിഡന്റ് CP ഉബൈദുള്ള സഖാഫി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. നമ്മൾ ഈ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 35ഓളം സംവാദ വേദികൾ ഒരുക്കുന്നുണ്ട്. രാഷ്ട്രം, സമൂഹം, സംസ്കാരം, വിദ്യാഭ്യാസം, അന്താരാഷ്ട്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ KP രാമനുണ്ണി, PJ ജെയിംസ്, അങ്ങനെ തുടങ്ങിയിട്ട് സനീഷ് ഇളയിടത്ത് തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന വേദികൾ, അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്നിവിടെ നമ്മുടെ പാർക്ക് ജംഗ്ഷനിൽ നടക്കുകയാണ്. അങ്ങനെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ കുറേ സംവാദ വേദികൾ ഉണ്ടാവും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ പ്രമുഖരായ 20-ൽ പരം പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകമേള, പുസ്തകലോകം എന്ന പേരിൽ നടക്കുന്നുണ്ട്. 26-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു, SSF ഇന്ത്യ പ്രസിഡന്റ് CP ഉബൈദുള്ള സഖാഫി എന്നിവർ പങ്കെടുക്കും. സാഹിത്യോത്സവം 2026 അവാർഡ് ജേതാവിനെ വ്യാഴാഴ്ച രാവിലെ 11-ന് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ പ്രഖ്യാപിക്കും. 25-ന് ശനിയാഴ്ച വൈകിട്ട് 4-ന് കായംകുളത്ത് സാഹിത്യോത്സവ അവാർഡ് സമ്മാനിക്കും. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സാഹിത്യോത്സവ് അവാർഡ്. സാഹിത്യം, മനുഷ്യൻ, സൂഫിസം, രാഷ്ട്രീയം, പ്രകൃതി, മാധ്യമം, ജനാധിപത്യം, സെക്യുലറിസം തുടങ്ങി വിവിധ സെഷനുകളിലൂന്നി സംഘടിപ്പിച്ചിരിക്കുന്ന ചർച്ചകളിൽ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കായംകുളത്ത് വിദ്യാർത്ഥികൾക്ക് കരിയർ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി സംഘടിപ്പിക്കുന്ന എഡ്യൂസൈൻ കരിയർ എക്സ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് ഉദ്ഘാടനം ചെയ്യും. 20-ലധികം പ്രസാധകർ ഒന്നിക്കുന്ന പുസ്തകലോകത്തിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി നിർവഹിക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ SSF ഭാരവാഹികളായ MS ജുനൈദ്, അഡ്വക്കേറ്റ് സഹിൽ, അനസ്, ഷാമിൽ, ഇർഫാനി, അനസ് സില്ലിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.